UDF സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ പ്രോഗ്രസ് കാർഡിൽ മൈനസ് മാത്രമെന്ന രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. ഭരണമാറ്റം ആഗ്രഹിച്ച് വോട്ട് ചെയ്ത ജനങ്ങളെ സർക്കാർ വഞ്ചിച്ചു. PD സതീശൻ വർഗീയ രാഷ്ട്രീയത്തിന് പൂർണ്ണമായും അടിമപ്പെട്ടെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. വൻ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലെത്തിയ UDF സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ ജനങ്ങൾക്ക് നൽകിയത് നിരാശ മാത്രമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തെരഞ്ഞെടുപ്പിൽ നൽകിയ 5 ഗ്യാരണ്ടികളിൽ ഒന്ന് മാത്രമാണ് ഭാഗികമായെങ്കിലും നടപ്പായത്. CPM അഴിമതിക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞവർ ശബരിമല കൊള്ളയിലടക്കം മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ അലയൻസിന്റെ ഭാഗമായ CPMന്റെ അഴിമതിന്റെ എതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞ സർക്കാർ ഇന്നുവരെ അത് എക്സാലോജിക് ആണോ, മെസ്സി സ്കാം ആണോ, ശബരിമല കൊള്ളയാണോ 100 ദിവസത്തിൽ ഒരു വിരൽ അനക്കി. CPMന്റെ അഴിമതി മാറ്റും, CPMന്റെ അഴിമതിനെ കുറിച്ച് നടപടികൾ എടുക്കും എന്ന് വാഗ്ദാനം കൊടുത്ത സർക്കാർ 100 ദിവസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കാർഡിൽ മൊട്ടപൂജ്യം. സംസ്ഥാനത്ത് 12,500 കോടിയിലധികം രൂപയുടെ കടബാധ്യത അല്ലാതെ പുതിയ നിക്ഷേപങ്ങളോ തൊഴിലവസരങ്ങളോ കൊണ്ടുവരാൻ സർക്കാരിനായില്ല. സവർക്കറെ കുറിച്ചുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകനെ ഉടൻ സസ്പെൻഡ് ചെയ്ത സർക്കാർ കുണ്ടറയിലെ പോലീസ് ഇൻസ്പെക്ടർക്കെതിരെ നടപടിയെടുത്തില്ല. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾ മാത്രമാണ് VD സതീശൻ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജമാഅത്തെ ഇസ്ലാമിയും ഇവരെല്ലാം വർഗീയ പാർട്ടികളല്ല, ജനാധിപത്യവും ഭരണഘടനയിൽ വിശ്വസിക്കുന്ന സ്ഥാപനങ്ങളാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത VD സതീശൻ ഇന്ന് മൊത്തം ചെയ്യുന്നത് വാഗ്ദാനം കൊടുക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കല്ല, വർഗീയ രാഷ്ട്രീയം ചെയ്യുക. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തീരുമാനിക്കുന്ന കാര്യങ്ങൾ ബ്ലൈൻഡ്ലി ചെയ്യുക. അത് നിയമലംഘനയാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നു. അതേസമയം ദേശീയപാത 66, പുതിയ ഹൈവേ പദ്ധതികൾ, വന്ദേ ഭാരത്, വിഴിഞ്ഞം പദ്ധതി തുടങ്ങി കേരളത്തിൽ നടക്കുന്ന മുഴുവൻ വികസനങ്ങളും നരേന്ദ്രമോദി സർക്കാരിന്റെ സംഭാവനയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. NH66 ഡെവലപ്മെന്റ്, 2100 കോടിയുടെ പുതിയ ഹൈവേ പ്രോജക്ട്സ്, ഇതെല്ലാം അടുത്ത കാലത്തിൽ നരേന്ദ്രമോദിജി ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മെസ്സി കേസ് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണെന്നും വിഷയം CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 100 ദിവസം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത വർഗീയ ശക്തികൾക്ക് കീഴടങ്ങിയ സർക്കാരാണിതെന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. ജനം, ഡൽഹി.